സേലത്തിലല്ല, അപ്പുറത്ത് അണ്ണാച്ചിയുടെ 24 hours നമ്മൾ ഒള്ളി ഈറ്റിംഗ് മാംഗോ. അല്ല, മാങ്ങയല്ല തിന്നുന്നത്, മാങ്ങ വെച്ചുള്ള റെസിപ്പി വെച്ച് മാത്രമേ നമ്മൾ ഇന്ന് 24 മണിക്കൂർ ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ കുറേ മാമ്പഴങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത് മാമ്പഴ സീസൺ ആണല്ലോ. പിന്നെ മാങ്ങ ഡയറ്റിനൊന്നും അത്ര നല്ലതല്ല, ഹൈ ഷുഗർ. അതിൽ സൂളജി ടീച്ചർ ഉണ്ട് ഇവിടെ. സൂളജി ടീച്ചർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, സൂളജി ടീച്ചർ പരിഹരിച്ച് തരും. നമ്മൾ അതിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും മാങ്ങ. ആണോ? അതുകൊണ്ടാണ് ഡയറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ഗെയിൻ്റെ ആവശ്യമില്ലല്ലോ. മാങ്ങ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. നമ്മൾ അതുകൊണ്ട് എല്ലാവരും മഞ്ഞ ഒരു മഞ്ഞ മയ വലിയ മൊത്തത്തിൽ ഇത് ഞങ്ങൾക്ക് ചെടുതായിപ്പോയി, പാമ്പേച്ചൊക്കെ കാണാൻ ഞങ്ങളെ. അപ്പൊ നമ്മളിന്ന് എല്ലാവരും മഞ്ഞ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ 24 മണിക്കൂറും നമ്മളിന്ന് മാങ്ങ വെച്ചിട്ടുള്ള ഫുഡുകൾ മാത്രമായിരിക്കും സുഹൃത്തുക്കളെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. മാങ്ങ പിടിച്ചോ, കേറിയിരുന്നു മാങ്ങയുടെ നടുക്കിരുന്നു. ഒരു മാങ്ങ പോയി, എന്തോ എടുക്കുന്നില്ല. എന്തുവാ ഇവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മാങ്ങ. പേടിച്ച് ഇതിനകത്ത് കറുത്തിരിക്കുന്ന കണ്ടിട്ടാണ് തോന്നുന്നു പേടിച്ചിരിക്കുന്നത്. അതോ ഇനി തണുപ്പുകൊണ്ടാണ്, ഒരു വട്ടം തൊട്ടപ്പോ ഇച്ചിരി തണുപ്പ് കണ്ടോ, ചുമ്മാതല്ല. ചൂടുവെള്ളത്തെ കുളിപ്പിച്ച് ഞങ്ങൾക്ക് പേടിയാ. ഈ തണുപ്പ് തൊട്ടതാ, കാല് തൊട്ടതാണ് ഇപ്പൊ കരച്ചിൽ കേട്ടത്. പേടിയുണ്ട്. പണ്ട് ചേച്ചിമാരൊക്കെ വെക്കുന്നുണ്ട്. ഇരിക്കാറായി. പിന്നെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സുഹൃത്തുക്കളെ സ്മൂത്തി. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തുടങ്ങാം. സ്മൂത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഐറ്റംസ് എല്ലാം എടുക്കുവാണ്. ഞാൻ ഒരൊറ്റ മാങ്ങ എടുക്കുന്നുള്ളൂ. മതി. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കറക്റ്റ് വരുമോ എന്തോ. നമ്മൾ ഈ മാങ്ങ ജ്യൂസിന്റെ പരസ്യത്തിലൊക്കെ കാണത്തില്ലേ, ആലിയ ഭട്ട്. ഇത് പഠിച്ചങ്ങിടണം. ഇരുന്ന് ചെത്തണ്ട. ഇങ്ങനെ എടുക്കുമ്പോ ഒരു കഷ്ണം പറക്കി തിന്നു പറഞ്ഞൊന്നും കുഴപ്പമില്ലല്ലേ. ഇന്ന് ആദ്യത്തെ ആവേശമുള്ളൂ, പിന്നെ മടുക്കും. മധുരം നമുക്ക് പാലൊഴിക്കണം. ഇത് സ്കിൻഡ് മിൽക്കാണോ അതോ അല്ല, പാസ്ചറൈസ്ഡ് ഹോംജനൈസ്ഡ് ടോണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസോ? അതൊക്കെ ചോദിക്കരുത്. ഇന്ന് നമുക്ക് കുറച്ച് ബദാം ഇടാം. അവകാടോ ഇട്ടാ പിന്നെ മാങ്ങയുടെ ഇൻഗ്രീഡിയന്റ് തക്കാളി, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ കിട്ടൊരു സാമ്പാറൊക്കെ വെച്ചാലോ. എടാ വേറെ മതി, നീ ആലോചിക്കണ്ട. നീ എവിടെ ആലോചിച്ച് ഓരോന്ന് പറക്കിയിടൂല. ഇതേ ഇച്ചിരി കൂടെ വെള്ളമാക്കിയാലോ, ഇച്ചിരി കട്ടിയായിപ്പോയി. നിനക്ക് പിന്നെ വെള്ളം ചേർത്ത് ശീലമാണല്ലോ. പണ്ടേ ഈ എവിടെ വീട്ടിൽ പണ്ട് പശു ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം എവള് ഈ പാലൊഴിക്കുമ്പം എല്ലായിടത്തും വെള്ളം ചേർക്കുന്ന മൃദുലയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മൃദുലയുടെ അമ്മ അച്ഛനും പറഞ്ഞ് വെള്ളം ചേർക്കാൻ മൃദുലയുടെ അത്ര ടാലന്റ് വേറെ ആർക്കും ഇല്ല. എന്താ വെള്ളം ചേർത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ല. ഈ വെള്ളം സൊസൈറ്റി കൊടുക്കുമ്പോ ഒരു തുള്ളി വെള്ളം ഒഴിക്കത്തില്ല. അത് കണ്ടുപിടിക്കും. മീറ്ററിൽ വെള്ളം കാണിക്കൂലേ? പിന്നെ എത്ര നെയ്യ് ഉണ്ടെന്ന് കാണിക്കും. അതിനനുസരിച്ചാ വില. അപ്പൊ വെള്ളം ഒഴിക്കാതെ പാല കൊണ്ട് കൊടുക്കുന്നത്. സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. വാൾനട്ടും ബദാമും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മൃദുല. ഇനി ലെസ് ടേസ്റ്റ്. മിക്സ് ചെയ്യുവാണേ. മിക്സ് വല്ലേ. അടിപൊളി, സൂപ്പർ. അപ്പൊ നമ്മുടെ സ്മൂത്തി പക്കായിട്ടുണ്ട്. 10 മാർക്ക് ഗൈസ്. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. സൂപ്പർ. കെച്ചപ്പില്ലേ? അടിപൊളി. ആ മാങ്ങ പേടിയാൻ തോന്നുന്നു. പേടിയാവനെ അതാ. അപ്പോ അടുത്ത ഐറ്റമാണ് മാങ്ങാ ദോശ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഉണ്ടാക്കും. ആരും വീട്ടിൽ അനുകരിക്കരുത്. നമ്മൾ ഉണ്ടാക്കി കൊള്ളാങ്കിൽ പറയാം. എനിക്ക് അതിന് നല്ല ചോറൊക്കെ തിന്നാൻ തോന്നുന്നുണ്ട്. അയ്യോ, മാങ്ങാച്ചോറുണ്ട്. ഏതാ വിഷമിക്കാതെ. മാങ്ങാച്ചോറോ? അതൊക്കെ ഉണ്ട് മോനെ. ഈ ചിത്ത നിന്ന് നമ്മുടെ സമയം മൊത്തം പോകും. അത് പഴുത്ത മാങ്ങയോടെ ആയിട്ട് നല്ല വിട്ട് വരികയും ചെയ്യും. അടിപൊളിയായിട്ട് വരികയും ചെയ്യും. മൃദുലേ, മാങ്ങാണ്ടിക്ക് കൂട്ടുവോ? പ്രവീണേ, സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ചോറ്. ലേശം ചോറ്. നമ്മളെ റവ ഇടും. ഇവിടെ റവയില്ല. ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചപ്പോ തപ്പിയപ്പോ റവയില്ല. അടുത്തതായിട്ട് തേങ്ങ.
ഓക്കെ, തേങ്ങ ഇട്ടു, ചോറിട്ടു, മാങ്ങ ഇട്ടു. ഇത് ഞാൻ തേങ്ങ പൊട്ടിച്ച വെള്ളം ഒരിച്ചിരി ഒഴിച്ചാലോ? ആ ഒഴിക്കേ, എന്തായാലും ഇളവില്ല. അതായിട്ട് കുറയ്ക്കണ്ട തേങ്ങ. പ്യൂരിഫയറിന് ഇച്ചിരി വെള്ളം ഇടും. വെള്ളം ഞാൻ ഒഴിച്ചാൽ മതിയോ? വേണ്ട, ഞാൻ ഒഴിക്കാം. അതൊരു എന്നൊരു വിശ്വാസമൊക്കെ ഞാൻ ബൗള് തപ്പിയതാ. ഒഴിച്ചു. എങ്ങനെ ചുട്ടിളകി വരുമെന്ന് എനിക്ക് അറിയത്തില്ലേ. എവള് ഭയങ്കര കൊണാണ്ടർ വിടുന്നു. എന്നും അവിടെ രാവിലെ എണീറ്റ് മാങ്ങദോശ വെക്കുന്ന ജാടയെ കാണിക്കുന്ന ഇച്ചിരി ഭാഷനും പിടിച്ചും കൂടുതല്. എന്തോ ഒരു സ്മെല്ല് വ്യത്യാസം. മാങ്ങയുടെ അല്ല, ചോറും മാങ്ങയും കൂടി ആയപ്പോഴേ. ചോറും നമ്മൾ ഇത് ഇട്ട് തേങ്ങ ഇട്ട് നമ്മള് ജാറ് കഴുകി ഒഴിക്കോ? കാണിക്കില്ലേ? അതിനിപ്പോ എന്തുവാടി, കഴുകി ഒഴിക്കണമല്ലോ. നമ്മളിപ്പോ വെളുത്തുള്ളി വീട്ടിൽ അരച്ചാലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ട് ലാസ്റ്റ് കഴുകി അങ്ങ് ചിക്കനെ ഒഴിക്കും. ഇനി ചുട്ടെടുത്താ മതി. ചൂടായില്ലേ വെച്ചു. ഏട്ടൻ ഇങ്ങോട്ട് പോയി. എന്താ വെക്കൂടി നീ? എന്റെ കഴിച്ചല്ലേ ഏട്ടന്റെ വെക്കും. പക്ഷെ ഞാൻ വെക്കും. നെക്സ്റ്റ് ഐറ്റം ഗൈസ്, ദോശ ഗൈസ്. പരത്തി വെയ്. തീ കുറയ്ക്കാം. ഇതെന്തോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമെന്നാട്ടോ തോന്നുന്നു മൃദുലേ. ചേട്ടാ ഇത് കുറയൂലേ ചേട്ടാ? അതിപ്പോ നമ്മൾ കുറച്ചുകൂടെ കട്ടി, ഇത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നു. വെള്ളം കൂടി പോയിട്ടോ. ഫ്ലാഷ് ബാക്ക്. വെള്ളം ഞാൻ ഒഴിച്ചാൽ മതിയോ? വേണ്ട, ഞാൻ ഒഴിക്കാം. അതൊരു എന്നൊരു വിശ്വാസമൊക്കെ. ഞാൻ അതാരെ വെള്ളം ഒഴിച്ചതിനകത്ത്? അതല്ല, ഇതെന്തോ കെമിക്കൽ റിയാക്ഷൻ നടക്കുവാന്നാ തോന്നുന്നത്. ഇതെന്തോ ഗൈസ്, ഇത് മാങ്ങ ദോശയൊന്നുമല്ല. ഇത് വേറെ എന്തെങ്കിലും വിനാഗിരിയോ പോലെ സോഡാപ്പൊടി ഇട്ടോ? ഗൈസ്, ആദ്യത്തെ അറ്റംപ്റ്റ് നല്ല 3G ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി മൃദുല വേറെ എന്തൊക്കെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോ എങ്ങനെ ഉണ്ടെന്ന് അറിയാലേ. അതല്ല, ഇന്ന് മാങ്ങ വെച്ച് തിന്നാൻ പറ്റൂല്ലെങ്കിൽ പട്ടിണി. വയറ് ചീത്ത വിളിക്കും കേട്ടോ. ഇവനൊക്കെ എന്ത് കാട്ട സാധനോടാ എനിക്ക് തരുന്ന. എനിക്ക് ഒരു ദോശ മതി കേട്ടോ അടി. ബാക്കി 4 ദോശ നീ ഇരുന്നോട്ടോ. ഗൈസ്, അപ്പോൾ അതിന് മുകളിൽ ടോപ്പപ്പ് ആയിട്ട് കുറച്ച് പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ കറിയൊന്നുമില്ല. ഇടയ്ക്കൊന്ന് കടിക്കുക. ഇച്ചിരി ആവണം. ആയിട്ടില്ല, ആവണം. ആവണം. ഞാൻ ഇന്ന് ആയിട്ടേ പോന്നോളൂ. ആവണം. ആവണക്കണ്ണം ഇന്ന് നോക്കി. മണം വരുന്നില്ല കേട്ടോ. സത്യമായിട്ട് ഒരു ഫീലിങ്സും ഇല്ല. നിന്റെ മാങ്ങ ഇത് ശരിയായില്ലെങ്കിൽ ഏട്ടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഏട്ടന്, പട്ടിണിയാ. അതുകൂടെ ഓർത്തിട്ട് പാട്ടൊക്കെ പാടി എൻജോയ്. ശരിയാവും ഗൈസ്. ശത്രുക്കള് പറയും ഇതിപ്പോ ഗോതമ്പ് ദോശയാണ്. ശത്രുക്കള് പറയും ഗോതമ്പ് ദോശയാണ്, പക്ഷെ അല്ല കേട്ടോ. പക്ഷെ അല്ല, ഇത് മാങ്ങാ ദോശയാ. പിന്നെ മാങ്ങ മാത്രം ഇട്ടിട്ട് ഇളകി വരാത്തോണ്ട് ഞാൻ ഇച്ചിരി ദോശമാവ് ഒഴിച്ചു. എനിക്കിന്ന് വിശപ്പില്ലാത്തോണ്ട് ഞാൻ ഈ ചെറിയ ദോശ എനിക്ക് മൊത്തം കുത്തിരി തിന്നണേ. ഇത് വേസ്റ്റ് ആക്കല്ലേ കേട്ടോ. വലുത് എന്നോട് ഏട്ടനാ. എനിക്കിന്ന് തീരെ വിശപ്പില്ല. ഗൈസ്, നമ്മള് പണി പാളിയത് തന്നെ പറയണം. ദോശ സെറ്റായില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറെ ഗോതമ്പ് പൊടി ഇട്ടൊഴി. അതിൽ തന്നെ കേട്ടോ, അതിൽ തന്നെ കുറെ ഗോതമ്പ് മാവ് തട്ടി. ഒരു വട്ടം തട്ടിയിട്ട് മതിയായില്ല, പിന്നെയും ഞാൻ തട്ടി. ഇതിപ്പോ ഗോതമ്പ് ദോശയായി. ഗോതമ്പ് ദോശയിൽ മാങ്ങ ഇട്ടതുപോലെ. ടേസ്റ്റ് ചെയ്തു. പക്ഷെ അല്ലാതെ വേറെ കറിയില്ല. കളർ കാണുമ്പോ അത്ര കളറായിട്ട് തോന്നുന്നില്ല. സാധാ ദോശ 10ല് 4.5 മാർക്ക്. ഗോതമ്പ് ദോശ തിന്നാ മതി, മാങ്ങ ഇടണമെന്നില്ല. പിന്നെ എന്താ വലിക്കാൻ ഈ മാങ്ങ ഇവിടെ കൊണ്ട് ചലഞ്ച്. നെക്സ്റ്റ് ഐറ്റം നമുക്ക് ഇനി നേരെ ലഞ്ച് ഉണ്ടാക്കാം. ലഞ്ച് മാങ്ങ റൈസ് വിത്ത് ലസ്സി. കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ ഗുണോ മണോ ഇല്ല, തിന്നാം. ഫുഡ് വേസ്റ്റ് ആക്കുന്നില്ല പറഞ്ഞാൽ തിന്നാൻ പറ്റും. ഗുണമൊന്നുമില്ല. അപ്പൊ ലഞ്ചിന് കാണാം. അടുത്ത ഐറ്റമെങ്കിലും വായി വെക്കാൻ കൊള്ളണേ ഗൈസ്. നമ്മള് ഇനി കുറച്ച് സംസാരിക്കാനുണ്ടേ. കുറച്ച് അധികം സംസാരിച്ചു, എന്നാലും കുഴപ്പമില്ല. ഇനി സംസാരം കുറച്ചിട്ടേ ഉണ്ടാക്കുന്ന ഫുഡ് മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? വായി വെക്കാൻ കൊള്ളണം. ഇതുകൂടെ ഫ്ലോപ്പായ അടുത്ത മൊത്തം ഏട്ടം ഉണ്ടാക്കുവേ. രാത്രി പച്ചമാങ്ങ ഇല്ല, പച്ചമാങ്ങ അല്ല, പഴുത്ത മാങ്ങ പഞ്ചാര ഇട്ടത് രാത്രി. അടുത്ത മാങ്ങ എന്തിനാ പഞ്ചാര ഇടുന്നത്? കേക്ക് ഗൈസ്, നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞായിരുന്നു ഇത്തിരി മുമ്പേ, ലസ്സിയും ചോറും അല്ല. ശരി, മാങ്ങ എടുത്ത് ഞാൻ എറിയില്ല. ശരി ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ഇതൊരു ഇത് മറ്റേ ഇല്ലായിട്ട് വല്ലയോ ഉപ്പില് കുറച്ചോ? സോറി, നീ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുന്ന
എന്താ ഉണ്ടാക്കിക്കൂടെ? ഗോതമ്പ് ദോശ നിന്ന് മടുത്ത് ഇനി സ്റ്റിക്കി റൈസ്. ആ ശരി, സ്റ്റിക്കി റൈസ് എങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റിക്കി റൈസ്? ഞാൻ പറയട്ടെ, എന്റെ ഒരു ഫ്ലോ പോയി. ഒരു പെട്ടെന്ന് നിന്റെ വായിന്ന് സ്റ്റിക്കി റൈസ് എന്നൊക്കെ കേട്ടപ്പോഴേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ശരി. ഓക്കെ, അപ്പോ ഇല്ല പറ. ഫ്ലോ പോകുന്നു. നിന്റെ വായി ഞാൻ സ്റ്റിക്കി റൈസ് ഒട്ടിക്കും ഞാൻ. ശരി പറഞ്ഞു. ഇത് ഒരു തായ് ഡെസേർട്ടാണ്. ഇതൊരു തായ് ഡെസേർട്ടാ. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോവാ എന്തായാലും. അപ്പൊ ഇതിന് വേണ്ടത് തായ് റൈസോ അല്ലെങ്കിൽ ജാസ്മിൻ റൈസോ ആണ്. ഇത് രണ്ടും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ട് നല്ലോണം വേവിക്കണം. അപ്പൊ ഗൈസ്, നിങ്ങൾ തായ്ലൻഡ് കാര്യം കഴിക്കുന്ന സ്റ്റിക്കി റൈസ് ആണ്. ഇതൊരു ഡെസേർട്ടാണ്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി സ്റ്റിക്കി ആയിട്ട് ഒട്ടിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. 2 ദിവസത്തേക്ക് പട്ടിണി കിടന്നാ മതി, ഞാൻ തിന്നോളാം. അല്ല ആൾറെഡി എനിക്കും വേണം, ഞാൻ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഞാൻ ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലേ തിന്നോടിയാൻ. താണ്ടേ തേങ്ങാപ്പാൽ വേണം. അപ്പൊ നമുക്കിനി അടുത്ത് തേങ്ങാപ്പാലിന് അമ്പൂട്ടിനെ കൊടുക്കണ്ട കേട്ടോ. എന്താ അമ്പൂട്ടല്ലേലും ഉറങ്ങുക. സ്മൂത്തി ഉണ്ടാക്കി തന്നെ നന്ദി ഉണ്ടാവട്ടെ നിനക്ക്. ദോശ പാളിയപ്പോ നീ എന്നെ ഇങ്ങനെ ട്രോള്. നമ്മളെന്ത് പാളിയാലും ആൾവേസ് ഐ വിത്ത് യു. ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഒരു സ്കൂപ്പ് ഏട്ടന് തരും. കൊള്ളത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഇതിലെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ടിപ്പിക്കൽ ഹസ്ബൻഡ്സ് എങ്ങനെ അറിയാം, നമ്മള് 100 ഡിഷസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ ഒരെണ്ണം കേടായ ബാക്കി എല്ലാം നല്ലതാന്നില്ല അത് പറയൂല. ആ പന്നലായനെ മാത്രമേ പറയൂ. ഞാൻ 2 പാലെടുക്കുന്നുണ്ട്. പാല് 1ഉം പാല് 2ഉം. പശുപാലില്ല, തേങ്ങാപ്പാല് 1-ാം പാല് 2-ാം പാലെന്ന്. ഇപ്പൊ ആദ്യം അതിന് നല്ല ഇങ്ങനെ എടുക്കും, പിന്നെ കുറെ വെള്ളം ഒഴിക്കും. ഒരു പാലാക്കി കഴിഞ്ഞാൽ ആ ഒരു എല്ലാത്തിനും ഒരു വെയിറ്റ് തീർത്തി കാണിക്കുന്നു 1-ാം പാൽ. അപ്പം 1-ാം പാലിന് ഒരു നല്ലവനായിട്ടും 2-ാം പാലിന് ഒരു മോശക്കാരനായ ഒരു പാലായിട്ടും കണക്ക് കൂട്ടും. ഇപ്പൊക്കെ കണ്ടാൽ തോന്നി എന്നും തായ്ലൻഡിൽ പോയിട്ട് സ്റ്റിക്കി റൈസ് കഴിക്കുന്നുള്ളതാണ്. അല്ല ഭാഷനും പഠിത്തം ചില്ലറയൊന്നുമില്ല. മഞ്ഞ കുപ്പായിട്ട് വന്നേക്കോ പറയുന്ന ആള് മഞ്ഞ അല്ലാതെ പിന്നെ കറുപ്പാലാണ്. അത് ഞാൻ സൂം ചെയ്ത് കാണിക്കും. ഇതെന്തിനാണ് ഇതിലെടുത്ത് വെച്ചേക്കുന്നത്? തൈര് ലസ്സി ഉണ്ടാക്കാം. നമ്മൾ ഇത് കഴിക്കും കേട്ടോ, ഇത് കഴിക്കണം കേട്ടോ. ഡയറ്റിന് നല്ലതാ, പ്രോബയോട്ടിക്. ഞാൻ ചുമ്മാ ഒക്കെ എടുത്ത് കഴിക്കും. ഞാൻ റബ്ബർ ഇട്ട് വെച്ചാലോ എന്ന് ആലോചിക്കുക. പുതിയ ട്രെൻഡ് അല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാ? മുടി വളർത്താൻ പോലും ഇത് വെട്ടുന്നില്ലല്ലോ. എന്റെ മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നാളെ രാവിലെ എനിക്ക് മുട്ട അടിക്കും. എന്തേ ഞാൻ 1 വയസ്സിൽ ഒന്നിച്ച് മുട്ട അടിച്ചാലോ എന്ന് ആലോചിക്കുക. നല്ല തീരുമാനം. അല്ല അങ്ങനെ ഉറപ്പിച്ചില്ല. പറഞ്ഞാ ചെയ്തേ പറ്റൂ. നോക്കട്ടെ. നേർന്നിട്ടില്ലേ കേട്ടോ. മാങ്ങ എപ്പോഴത്തെയും പോലെ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റിക്കി ആയി, എന്നാ ഫുള്ളായിട്ട് ഒരുപാട് സ്റ്റിക്കി ആയിട്ടില്ല. കാരണം ഇനി ഇതില് പണിയുണ്ട്. 2-ാം പാലാണേ. ഒഴിക്കുവാണേ. ലേശം ഉപ്പ്. ഈ ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് അല്ലേ ഈ മാംഗോ സ്റ്റിക്കി റൈസ്? ഏട്ടൻ എന്താ വിചാരിച്ചു? ചോറ് ഞാൻ വിചാരിച്ച വേറെ എന്തോ ഐറ്റം ആയിരിക്കും. മാങ്ങ ജ്യൂസ് ഒഴിച്ച് ചോറിട്ട് വേവിക്കും. ഞാൻ അങ്ങനെ എന്തോ വിചാരിച്ചത്. ഞാൻ ആരാ? നീ എന്തിനാടി നീ? അല്ല അതങ്ങനല്ല. ജീരകൂടിന് പകരം വേണ്ടല്ലേ? ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലാണ് ഫ്ലോപ്പ് ആവുന്നത്. ജീരകൂടട്ടെ വേണ്ടല്ലേ? 1-ാം പാലില് നമ്മള് കുറച്ച് കോൺഫ്ലവറും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. കോൺഫ്ലവർ, പഞ്ചസാര. ഏട്ട ഏതായിട്ടും ഉണ്ടാക്കുന്നത്? ഞാൻ താളവടി മാത്രമേ ഉള്ളൂ. ഓക്കെ. ലസ്സിയും കൂടെ ഉണ്ടാക്കിയിട്ട് 2 കൂടെ ഒന്നിച്ച് തിന്നുന്നോ അതോ ഒന്നിച്ച് തിന്നാം? ഓക്കെ. അപ്പം ഇനി അത് ഇച്ചിരി ഒന്ന് കുറുകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ലസ്സി ഉണ്ടാക്കാം. ലസ്സി നല്ല കോമ്പോ അല്ലേ? തൈര് മാങ്ങ അറിയത്തില്ല. എന്തായാലും ഒരു ഉറപ്പില്ലായ്മ. ഇനി എന്തോന്നറിയാവോ? അറിയത്തില്ല, പറഞ്ഞാലേ അറിയൂ. സർപ്രൈസ് ആയിട്ട് ഏട്ടനെ സപ്പോർട്ട് ചെയ്താലേ ഞാൻ ഓരോന്ന്. ഇല്ല ചുമ്മാ അറിയില്ല. നീ എല്ലാം അങ്ങ് അണയ്ക്കൂ എന്നെ. ഒരു കളറൊക്കെ എന്തോരമായി വന്നു. ഇത് നോക്ക്. തെറിക്കോ? പോയി ഇല്ലെങ്കിൽ എവിടെയും കൊണ്ട് കളയായിരുന്നു. ഏട്ടാ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ തുറന്നു വെച്ചടിക്കുന്നത്. ഞാനേ നിനക്ക് വൈകി നിനക്ക് എന്റെ ഫോൺ
എന്റെ മൂക്കിലൊക്കെ പോയി ഗൈസ്. നല്ല കൊഴി കൊഴുത്തിരുന്നോണ്ട് ഞാൻ വിചാരിച്ചു അവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ, തെറിക്കത്തില്ലെന്ന്. മിക്സിയുടെ കംപ്ലൈന്റ് കേട്ടാ. ഇതിന് വയ്യാത്ത ഗൈസ്. എന്റെ മൈക്കിലൊക്കെ തെറിച്ചു. മാങ്ങ കണ്ട് ഭ്രാന്തായി. ഞാൻ മഞ്ഞ കളർ കണ്ട് കണ്ട് വട്ടായി തോന്നി പെണ്ണിന്. മാംഗോ സ്റ്റിക്കി റൈസ് അല്ലേ? നമുക്കിനി സെറ്റ് ചെയ്യാം, സെർവ് ചെയ്യാം. ഫൈനൽ സ്റ്റേജ് ആണ്. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓരോ പ്രാവശ്യം മാങ്ങയുടെ എണ്ണം കുറഞ്ഞു ഫുള്ള് ടേബിളിലുണ്ടായിരുന്നു, ഇപ്പോൾ സൈഡിലോട്ടായി. ടേസ്റ്റ് ചെയ്തോ. നീ എല്ലാം ഉണ്ടാക്കി, നീ ഫസ്റ്റ് ടേസ്റ്റ്. ഞാനാണോ? അതെങ്ങനത്തെ കഴിക്കണ്ട? എങ്ങനെ റൈസ് ഇട്ട് ഒരിച്ചിരി റൈസ്, ഒരു മാങ്ങ. റൈസ് ഈ തേങ്ങാപ്പാലൊക്കെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ലുക്ക് അറ്റ് ദാറ്റ്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, റൈസ് എടുത്തിട്ടുണ്ട്. പൊളിയായിട്ട് സൂപ്പർ സാധനം. ശരിക്കും എനിക്ക് വിഷമം പറഞ്ഞല്ലോ. അതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചോറും ഈ തേങ്ങാപ്പാലും മാങ്ങയും കൂടി വേറൊരു കോമ്പോ. പൊളിയല്ലേ? എന്തുവാണ് അടിക്കാൻ പോകുന്ന ആരേലും? അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾ ഇത് ട്രൈ ചെയ്തോക്കെ, സൂപ്പർ. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. മധുരം കൂടി ഉള്ളതുകൊണ്ട് മാങ്ങയൊക്കെ ആയിട്ട് ചോറും തിന്നും, ഒരു ഫ്രൂട്ടിനും തിന്നും, ഒരു വിഷമം വേണ്ട. തേങ്ങാപ്പാല് എല്ലാ രീതിയിലും ഹെൽത്തി. അതെയോ? ടേസ്റ്റ് ചെയ്തില്ല. എനിക്ക് ഒന്നാം കാര്യം തൈരും മാങ്ങയും കൂടി ഒരു കോമ്പായിട്ട് തോന്നില്ല. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതപ്പോ ഏട്ടന് ലസ്സി ഇഷ്ടമല്ലാത്തോണ്ടാണ്. എനിക്ക് ലസ്സി ഇഷ്ടമല്ല, സീരിയസ്ലി. അടിപൊളി ലസ്സി. നീ കുടിച്ചു നോക്കിയില്ലേ? എനിക്ക് ലസ്സി എനിക്ക് ഇഷ്ടമല്ല. ഈ ലസ്സി മധുരവും നല്ല ടേസ്റ്റ് ആണ്, ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. അടിപൊളി. എനിക്ക് ചില ഡ്രിങ്കുകൾ ഓരോരുത്തർ ഓരോ ടേസ്റ്റ് ആണല്ലോ. മൃദുലേക്ക് ഇഷ്ടമാണ്. ഞാൻ പറയും ഇതൊരു മരുന്ന് ചുമയുടെ മരുന്ന് ഇരിക്കുന്നു പറയാം. എനിക്ക് ആ ചില ഡ്രിങ്കുകൾ ഇഷ്ടപ്പെടില്ല. അത് കണക്കത്തെ ഒരു ടേസ്റ്റ്. സൂപ്പർ ആണ് ലസ്സിയുടെ ടേസ്റ്റ്. ഇത് സൂപ്പർ. ഞാൻ ലസ്സി അങ്ങനെ കുടിച്ചിട്ടില്ല. 10/10. ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് മാർക്ക് ഇടാൻ പറ്റും. നീ മാർക്ക് കിട്ടും. 10/9. ഇത് 10/10. ഇത് സൂപ്പർ സാധനം, മസ്റ്റ് ട്രൈ സാധനം. ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഈവനിങ് ഐറ്റം ആണ് സുഹൃത്തുക്കളെ, സ്നാക്ക്. സ്നാക്ക് ആണോ ചോദിച്ചാൽ ഇതിന്റെ പേര് മാംഗോ ഡെലീഷ്യസ് ട്രഫിൾസ് എന്നാണ്. അതായത് ഒരു മുട്ടായി പോലത്തെ ഒരു സാധനം. എന്തോ നല്ലൊരു മധുരമുള്ളൊരു സാധനം ഉണ്ടാക്കാം. ഓക്കെ, ഇച്ചിരി എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കി പീര. അതാകുമ്പോ ഇങ്ങനത്തെ ഇല്ല, ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ കിട്ടും. ഈ ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ചെറിയൊരു ബ്രൗൺ കളറായി ഇതിന്റെ കൂട്ട് ഒഴിക്കാം. എല്ലാവരും ഞാൻ ഇതൊക്കെ എങ്ങനെ തിന്നുമായിരുന്നു. സൊമാറ്റോ കിട്ടൂ ഈ സാധനങ്ങൾ? ഒരിക്കലും ഇല്ല കേട്ടോ. ഇല്ല, പിന്നെ ഞാൻ പോയി ഉണ്ടാക്കണം, എന്നിട്ട് സൊമാറ്റോ വഴി അയച്ചു. സൊമാറ്റോ ഇങ്ങനത്തെ കാട്ട സാധനം ഒന്നും വിൽക്കത്തില്ല, അറിയോ ആൾക്കാർ. ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് ഒഴിക്കുന്നത്. ശരി ശരി. വിയർക്കുക. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞിട്ടേ ഉണ്ട ഉണ്ടാക്കണല്ലേ? ഉണ്ടാക്കണം. തേങ്ങയില് മുക്കും. ഇത് മറ്റേ ബൗണ്ടി കണക്ക്. മാങ്ങ ഇനി എവിടെ കണ്ടാലും എനിക്ക് ഇപ്പൊ ഉടനെ ഒന്നും വേണ്ട. രണ്ടാമത്തത് അടുത്ത എന്തോ ഒരു ഉണ്ട ഐറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യട്ടെ. എന്തോ പേര്? മാംഗോ ഡെലീഷ്യസ് ട്രഫിൾസ്. അടിപൊളി, സൂപ്പർ ആണ്. ശരിക്കും എന്നാ ഒരുപാട് മധുരം കാണത്തില്ലല്ലോ. ഒരുപാട് മധുരമില്ല, തേങ്ങയുടെ ഒക്കെ ഫ്ലേവർ ഉള്ളത് കൊള്ളാം. തേങ്ങ വറുത്തതുകൊണ്ട് ആയിരുന്നു ടേസ്റ്റ് ഉണ്ട്. നമ്മളില്ല അരിയുണ്ടൊക്കെ ഇല്ലേ, അതിന്റെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തരുന്ന ടേസ്റ്റ് കൊള്ളാം. ഇത് സാധനം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. 10 out of 10 ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ ആണല്ലേ. ഓവർ മധുരവും ഇല്ല, നല്ല ഫ്ലേവർ. തേങ്ങയാണ് ഇട്ടത്. അപ്പൊ നമ്മൾ ഡിന്നറിന് ഇത് ഈ ഒരു ഐറ്റം വെച്ചിട്ട് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ.
ഇനി ഐറ്റം ഉണ്ട് മൃദുലയുടെ മസ്താനി എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മസ്താനി ഉണ്ട്, അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കാം, കുൽഫി ഉണ്ടാക്കാം. ഞാൻ ഇതൊക്കെ പഠിച്ച് സെറ്റ് വെച്ചേക്കുവായിരുന്നു. ചേട്ടൻ മടുത്തെന്ന് മാങ്ങ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇനി അടുത്ത കമന്റ് ചെയ്യും ഇനി ഏത് ഫ്രൂട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫുൾ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പം ഫ്രൂട്ട് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യണം, നമ്മളത് ചെയ്യാം. ചക്കയൊന്നും കമന്റ് ചെയ്യില്ല, ചക്കയൊന്നും ഇടില്ല, കിട്ടാനില്ല. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നല്ലൊരു ചാലഞ്ച് ആയിരുന്നു, രസം ഉണ്ടായിരുന്നു അല്ലേ കുക്കിംഗ് ഒക്കെ ആയിട്ടും. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള റെഡി കാണുന്നവരെ ബൈ. ബോഡി ഇതിന്റെ എനിക്ക് ഇച്ചിരി മുള ഉടച്ച് എനിക്ക് മുള ഉടച്ചതും ചോറും വേണം ഗൈസ്. ബൈ ബൈ.